ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്തിടെ ഞാനൊരു പുസ്തകം വായിക്കാനിട വന്നു. കടലിൽ എൻ്റെ ജീവിതം. അത് എഴുതിയത് TK റഫീഖ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു മത്സ്യബന്ധന തൊഴിലാളിയാണ്. അദ്ദേഹം ജനിച്ചതൊക്കെ കോഴിക്കോടാണ്. അദ്ദേഹം 2019 കടലിൽ തന്നെ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കാനുണ്ടായത്. അപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ഇദ്ദേഹം പല സമയങ്ങളിലായിട്ട് ഫേസ്ബുക്കിൽ കുറിച്ച ഓർമ്മക്കുറിപ്പുകളെല്ലാം സമാഹരിച്ച ഒരു പുസ്തകമായിട്ട് ഇറക്കാനുണ്ടായത്. എങ്കിലും വളരെ നല്ലൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹത്തിന്റെ പല കാലഘട്ടത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ അതിൽ വിവരിക്കുന്നുണ്ട്. പ്രധാനമായും കടലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകളും കടലിനടിയിലുള്ള കാഴ്ചകളും ഒക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പം കാലം മുതലുള്ള അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ അതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. കടലിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് തിമിംഗലത്തിനെ കണ്ട കാഴ്ചയൊക്കെ പറയും. അത് വളരെ വിശദമായിട്ട് പറയുന്നത് വളരെ രസകരമാണ്. അതായത് വളരെ എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ തിമിംഗലം ഉയർന്നു പൊങ്ങി കടലിൽ വീഴുന്ന കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. അവരുടെ ഇടയിൽ തിമിംഗലത്തിനെ ആന എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ കരയിലെ വലിയ ജീവി ആന എന്നുള്ള രീതിയിൽ കടലില് ഏറ്റവും വലിയ ജീവി തിമിംഗലം എന്നുള്ള രീതി അങ്ങനെ. അപ്പൊ തിമിംഗലത്തെ കാണുന്ന കാഴ്ചയും പറക്കുന്ന മീൻ, അതായത് പറക്കുന്ന മീൻ എന്ന് പറയുമ്പം ചെറിയ മത്തിയുടെയൊക്കെ സൈസിലുള്ള മീനുകൾ ഉയർന്നു പൊങ്ങി കഴിയുമ്പോൾ അതിന് ചിറക് വിരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതിങ്ങനെ വായുവിലൂടെ തെന്നി നീങ്ങിപ്പോവും. അപ്പൊ കാണുന്നവർക്ക് അത് പറക്കുന്ന പോലെ തോന്നും. അതൊക്കെ നമുക്ക് നേരിൽ കാണുന്ന രീതിയിൽ അദ്ദേഹം കാണുന്ന രീതിയിൽ നമുക്കത് വിശദമായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല പലതരം മീനുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. രുചിയുള്ള മീനുകൾ, അതെങ്ങനെ നമുക്ക് ഈ ഓരോ മീനിനെയും എങ്ങനെയാണ് ഇവര് പിടിക്കുന്നത്, അതായത് ചൂണ്ടയിട്ട് പിടിക്കുന്നത്, വല വീശി പിടിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ അവർ എങ്ങനെയാ മത്സ്യബന്ധനം നടത്തുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഓരോ മീനിനെയും എങ്ങനെ രുചികരമായിട്ട് വെക്കാം, ഫ്രൈ ആണോ അതോ കറിയാണോ, ഓരോ കറിയും ചെറിയ പൊടിക്കൈകളൊക്കെ അതിൽ പറയുന്നുണ്ട് എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാഗം, ആ പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള വീക്ഷണം, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, മാതാപിതാക്കളെ കുറിച്ച്, സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് ഒക്കെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പോലെ അത് എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിക്കാൻ വളരെ രസകരമാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള പല സമയങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴെങ്കിലും നിങ്ങൾക്കും ഒരു അവസരം കിട്ടുമ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. പുസ്തകത്തിന്റെ പേര് കടലിൽ എൻ്റെ ജീവിതം ബൈ TK റഫീഖ്.